ഇന്നത്തെ കാലത്ത് ബ്രേക്കപ്സ് കൂടി കൂടി വരികയാണ്. നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് പണ്ടത്തേക്കാൾ കൂടുതൽ ഇപ്പോൾ ബ്രേക്കപ്സ് വരുന്നതെന്ന്? ഒരു റീസൺ ഉണ്ടാവുമല്ലോ. ലൈക്ക് ഈ ആളുകൾ തമ്മിൽ പ്രണയത്തിലാകുന്നതും അതുപോലെ തന്നെ കല്യാണം കഴിക്കുന്നതും ഒരുമിച്ച് ജീവിക്കുന്നതൊന്നും ഇപ്പോൾ പുതിയ കാര്യമല്ലല്ലോ, എത്രയോ വർഷങ്ങളായിട്ടില്ലേ. അപ്പോൾ പണ്ടത്തേക്കാൾ കൂടുതൽ എന്തുകൊണ്ടത് ഇപ്പോൾ സംഭവിക്കുന്നു? എന്തെങ്കിലും കുറച്ച് കാരണങ്ങളൊക്കെ ഉണ്ടാവില്ലല്ലോ, അതിപ്പോൾ വെറുതെ സംഭവിക്കില്ലല്ലോ. കാരണം പണ്ടില്ലാത്തത് ഇപ്പോൾ കൂടി കൂടി വരാൻ തുടങ്ങി. അതുകൊണ്ടാ ഗൈസ്, റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വലിയ ഒരു കാര്യമാണ്. ഒരു ചെറിയ കാര്യമേ അല്ല. ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. സോ ആ ഒരു വലിയ കാര്യം നല്ല ക്വാളിറ്റിയിൽ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പ്രോപ്പറായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നഷ്ടപ്പെട്ടു പോകാനും മുറിച്ചു മാറ്റി പോകാനും വളരെ എളുപ്പമാണ്. വളരെ പ്രോപ്പറായിട്ട് നല്ല അടിപൊളിയായിട്ട് ജീവിക്കാനും എളുപ്പമാണ്. ബുദ്ധിമുട്ടാണെന്നല്ലേ, എളുപ്പമാണ്. പക്ഷെ കുറച്ച് കാര്യങ്ങളിൽ വരുന്ന അബദ്ധങ്ങൾ അല്ലെങ്കിൽ ചെയ്തു പോകുന്ന ചില തെറ്റുകൾ, ഇതൊക്കെ കാരണമാണ് ബ്രേക്കപ്സ് കൂടി ഇന്നത്തെ കാലത്ത് വരുന്നത്. എന്നാലോചിച്ച് ടെക്നോളജി ഇപ്പോൾ എത്രത്തോളം മാറി. പണ്ടത്തെ പോലത്തെ ടെക്നോളജിയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പൊ എന്തൊക്കെ തരം ഡെവലപ്മെന്റ്സ് ഉണ്ട്, മാറ്റങ്ങൾ വരുന്നില്ലേ. അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും പല മാറ്റങ്ങളും നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവാനുള്ള, ഇന്നത്തെ കാലത്ത് റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവാനുള്ള കുറച്ച് കാരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ എന്ന് പറയുന്നത് പുവർ കമ്മ്യൂണിക്കേഷൻ. ഏതൊരു ബന്ധത്തിന്റെയും അടിസ്ഥാനമായ ഒരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അത് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല, അത് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ആകണം. പുവർ കമ്മ്യൂണിക്കേഷൻ ആകുന്ന സമയത്ത് അവിടെ പ്രശ്നങ്ങൾ വരും, ഡിസ്റ്റൻസ് വരും, ഈഗോ വരാൻ തുടങ്ങും. സോ ഇത്തരം കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആകാത്തത് കൊണ്ടാണ്. സോ ഏതൊരു ബന്ധത്തിന്റെയും അടിസ്ഥാനപരമായ മെയിൻ ഘടകമാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അത് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ആകണം. നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ഒരു പ്രശ്നം സംഭവിച്ചു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാനുള്ള ദ വെരി ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, പാർട്ട്ണറുമായിട്ട് സംസാരിക്കാം. മൂന്നാമതൊരാളെ ആ ബന്ധത്തിലേക്ക് കൊണ്ടുവരുന്നതിന് പാർട്ട്നേഴ്സ് തമ്മിൽ സംസാരിക്കണം. റൈറ്റ്? ലൈക്ക് എല്ലാ പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻസ് ഉണ്ടാവുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. സൊല്യൂഷൻസ് ഇല്ലാത്ത ഒരുപാട് പ്രശ്നങ്ങളൊക്കെ, സൊല്യൂഷൻസ് അല്ല, ഈ എന്താ പറയാ, മാപ്പ് കൊടുക്കാൻ പറ്റാത്ത പല തെറ്റുകളും പല ആളുകളും ചെയ്യും. ഞാൻ അങ്ങനല്ല പറയുന്നത്. പക്ഷെ ഒരു റിലേഷൻഷിപ്പിലെ ഫസ്റ്റ് സ്റ്റെപ്പ്, അത് എന്താ പറയാ, എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ദ വെരി ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ആണ്. അത് ഇല്ലാതാവുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ഡിസ്റ്റൻസ് വരിക, ഈഗോ വരിക, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾക്ക് ഈ ബന്ധങ്ങളിൽ സംഭവിക്കാം. സോ പുവർ കമ്മ്യൂണിക്കേഷൻ ഒഴിവാക്കുക, പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ കൊണ്ടുവരാം. ആൻഡ് സെക്കൻഡ് പോയിന്റ്, ഇത് ആക്ച്വലി ഇന്നത്തെ കാലത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിന്റ് ആണ്. നിങ്ങൾ എല്ലാവരും വളരെയധികം അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ് സോഷ്യൽ മീഡിയ ലൈഫ് എക്സ്പെക്ടേഷൻസ്. ഗൈസ്, സീരിയസ്ലി ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഈ 4 ഇഞ്ച് സ്ക്രീനിൽ കാണുന്ന എല്ലാവരുടെയും ലൈഫ് എന്ന് പറയുന്നത് റിയൽ അല്ല. അത് ഞാൻ വ്യക്തമായിട്ട് ഞാൻ പറയാൻ കാരണം, ഞാനും ഒരു ഇൻഫ്ലുവൻസറാണ്. സോഷ്യൽ മീഡിയസിൽ വീഡിയോസ്, പല ടൈപ്പ് വീഡിയോസ് ചെയ്യുന്ന ഒരാളാണ് ഞാനും. എൻ്റെ പേഴ്സണൽ ലൈഫും എൻ്റെ സോഷ്യൽ മീഡിയ ലൈഫും തമ്മിൽ എത്രത്തോളം മാറ്റമുണ്ട്, എന്തൊക്കെ കാര്യങ്ങളിൽ മാറ്റമുണ്ട് എന്നെനിക്ക് വ്യക്തമായിട്ട് അറിയാം. എൻ്റെ റിയൽ ലൈഫും കമ്പയർ ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ മാറ്റമുണ്ട്. അതെനിക്ക് നല്ലോണം അറിയാം. ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് പേര് ക്രിയേറ്റേഴ്സ് ആണ്, ഇൻഫ്ലുവൻസേഴ്സ് ആണ്. ലൈക്ക് അവരുടെ പേഴ്സണൽ ലൈഫും കുറേയൊക്കെ എനിക്കറിയാം, കുറേ ആളുകളുടെ പേഴ്സണൽ ലൈഫ് എനിക്കറിയാം. അപ്പോൾ ആ ലൈഫും അവരുടെ റിയൽ ലൈഫും എത്രത്തോളം മാറ്റമുണ്ടെന്നും എനിക്കറിയാം. സോ അതാ ഞാൻ പറഞ്ഞത്, ലൈക്ക് ഈ സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ കാണിക്കുന്നതെല്ലാം ഞങ്ങളുടെ റിയൽ ലൈഫിലെ ട്രൂത്ത് അല്ലെങ്കിൽ ഫാക്ട്സ് ആണ് എന്ന് ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല, ഞങ്ങൾ പറയില്ല. കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ഓഡിയൻസ് നമ്മളെ എങ്ങനെ കാണണം എന്ന രീതിയിലുള്ള കാര്യങ്ങളെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുള്ളൂ. അല്ലാതെ നമ്മളെ സോഷ്യൽ മീഡിയയിൽ കാണുന്നതെല്ലാം സത്യമാണ് നിങ്ങൾ വിശ്വസിക്കരുത്. ഫസ്റ്റ് പോയിന്റ് അതാണ്. സോഷ്യൽ മീഡിയ ലൈഫ് എക്സ്പെക്ടേഷൻ ഒരിക്കലും നല്ലതല്ല. അതായത് ഈ റിലേഷൻഷിപ്പിൽ ഇത് എവിടെ പ്രശ്നം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കപ്പിൾ വ്ളോഗ് ചെയ്യുന്ന അല്ലെങ്കിൽ കപ്പിൾ വീഡിയോസ് ചെയ്യുന്ന ഒരുപാട് നല്ല ക്രിയേറ്റേഴ്സ് ഉണ്ട്, ഒരുപാട് നല്ല ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. എല്ലാവരുടേതും എന്താ പറയാ, കംപ്ലീറ്റ് ഫേക്ക് ആണെന്നല്ല ഞാൻ പറഞ്ഞത്. ലൈക്ക് നമ്മുടെ ഓഡിയൻസ് നമ്മളെ എങ്ങനെ കാണണമെന്ന് നമുക്കൊരു ധാരണ ഉണ്ടാവും, നമുക്കൊരു ഐഡിയ ഉണ്ടാവും. നമ്മുടെ ഓഡിയൻസ് നമ്മളെ ഇങ്ങനെ കാണണം,
ലൈക്ക് അല്ലെങ്കിൽ ഓഡിയൻസിന് വേണ്ടി ഇന്ന കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം, അവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ. ലൈക്ക് നമ്മളെ ഓഡിയൻസ് നമ്മൾ ബിൽഡ് ചെയ്ത് വരുത്തിയതാണല്ലോ, സോ അവർക്ക് വേണ്ടി കാര്യങ്ങൾ നമ്മൾ കൊടുക്കണം എന്നുള്ള തോട്ടൊക്കെ നമുക്കുണ്ടാവും. സോ ആ ഒരു സമയത്ത് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന കംപ്ലീറ്റ് കാര്യങ്ങളും സത്യമാണ്, അതേപോലത്തെ ഒരു ജീവിതം എനിക്ക് വേണം, അല്ലെങ്കിൽ ഈ വീഡിയോസിൽ കാണുന്ന പോലത്തെ ഒരു ജീവിതം എനിക്ക് വേണം എന്നൊരു തോട്ടൊക്കെ വരുമ്പോൾ, പ്രത്യേകിച്ച് ഒരു റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് അത് ചില സമയങ്ങളിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അപ്പോൾ അവിടെ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങും. ചെറിയ പ്രശ്നങ്ങൾ എന്നാൽ തുടങ്ങാം, പക്ഷെ അത് പോയി 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 വലിയ പ്രശ്നങ്ങളെത്തും. സോ ആദ്യം മനസ്സിലാക്കുക, സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി റിയൽ അല്ല, അത് റീലാണ്. അത് റീൽ എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു എൻജോയ്മെന്റിന് വേണ്ടിയിട്ട് അങ്ങനെ കാണാം. ഈ റീൽസിൽ കാണുന്ന എല്ലാം സത്യമാണെന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മൾ വലിയൊരു മണ്ടത്തര ചെയ്യുന്നത്. റീലായിട്ട് കാണാം, അതൊരു എൻജോയ്മെന്റിന് വേണ്ടി ആളുകൾ അങ്ങനെ ചെയ്യുന്നു, ഒരു തരത്തിലെടുത്താൽ മതി. അല്ലാതെ അത് കംപ്ലീറ്റ് അതേപോലെ നമ്മളെ ലൈഫിൽ ഇങ്ങനെ അഡാപ്റ്റ് ചെയ്തെടുക്കരുത്. അത് നമ്മൾ എന്താ പറയാ, ഒരു ടൈം പാസിന് വേണ്ടി ഇങ്ങനെ കാണാൻ ഒരു കാര്യത്തിനുണ്ട്, ആ ഒരു മൂഡാണ്. പിന്നെ ചില കാര്യം നമുക്ക് ഇൻഫർമേഷൻസ് തരുന്ന വീഡിയോസ് ഉണ്ട്, നമുക്ക് എന്താ പറയാ ബെനിഫിറ്റ്സ് തരുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ട്, പുതിയ പുതിയ നോളേജ് തരുന്ന ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത്, ഒരു റിലേഷൻഷിപ്പ് ഒക്കെ നമ്മൾ ജഡ്ജ് ചെയ്യാൻ നമ്മൾ ഒരിക്കലും റീലുമായിട്ട് കമ്പയർ ചെയ്യരുത്. അതാണ് മെയിൻ പോയിന്റ്. നമ്മുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒരു റീലുമായിട്ട് കമ്പയർ ചെയ്തിട്ടല്ല തീരുമാനങ്ങൾ എടുക്കേണ്ടത്. ആ ഒരു പോയിന്റിലേക്കാണ് ഞാൻ 3 കാര്യങ്ങൾ പറഞ്ഞു വന്നത്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് എല്ലാം റിയൽ അല്ല, ലൈക്ക് കംപ്ലീറ്റ് ഫേക്ക് ആണെന്നല്ല, ബട്ട് എല്ലാം റിയൽ അല്ല. സോ നിങ്ങളുടെ ഒരു പേഴ്സണൽ ലൈഫ്, റിലേഷൻഷിപ്പിൽ വരുന്ന ആ ഒരു ലൈഫും സോഷ്യൽ മീഡിയയിൽ കാണുന്ന ലൈഫും തമ്മിലൊരു കമ്പാരിസൺ നിങ്ങൾ മുതിരരുത്. തേർഡ് വൺ, നോട്ട് ഗിവിംഗ് വാല്യൂ ടു അവൈലബിലിറ്റി. നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും, ഓക്കെ ശരി, പക്ഷെ ഇന്ന് എഴുതിയിട്ട് ആ എപ്പോഴും ഉണ്ടാകുന്നതിനോട് ഒരു വിലയില്ലാതാകരുത്. നിങ്ങളുടെ പാർട്ട്ണർക്ക് നിങ്ങൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടും അതുപോലെ തന്നെ നിങ്ങൾ അത്രയും പ്രയോറിറ്റി ആയതുകൊണ്ടുമാണ് എപ്പോഴും നിങ്ങളുടെ ഓരോ ആവശ്യങ്ങൾക്കും നിങ്ങളുടെ കൂടെ തന്നെ സ്നേഹം കൊണ്ടുമാണ്. അതിനെ നമ്മൾ വാല്യൂ കൊടുക്കണം, അല്ലാതെ എപ്പോഴും നമ്മളെ കൂടെ ഉണ്ട് എന്നൊരു രൂപത്തിൽ അതിനെ വില കൊടുക്കാതിരിക്കരുത്. അതൊക്കെ സത്യം പറഞ്ഞാൽ ഡിസ്റെസ്പെക്റ്റ് ആണ്. നമ്മുടെ പാർട്ട്ണറാണ്, അവർക്ക് ഏറ്റവും കൂടുതൽ വാല്യൂ കൊടുക്കേണ്ടത് നമ്മളാണ്. ആ ഒരു ബോധം നമുക്ക് വേണം. അത് വലിയൊരു ട്രൂത്താണ്. അവർക്ക് ഏറ്റവും കൂടുതൽ റെസ്പെക്ട് കൊടുക്കേണ്ടത് നമ്മളാണെന്നുള്ളത് ഏറ്റവും വലിയൊരു സത്യമാണ്. സോ അത് ആക്സെപ്റ്റ് ചെയ്യാം. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ 3 കാര്യങ്ങൾ മാത്രമല്ല പിന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ 3 കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് മെയിൻ പോയിന്റ്സിൽ വരുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഏറ്റവും കൂടുതലും അറിഞ്ഞിരിക്കേണ്ട, ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. 4മത്തത്, ഒരു ആർഗ്യുമെന്റ് വന്നു കഴിഞ്ഞാൽ സൊല്യൂഷൻസിന് പകരം ആ ആർഗ്യുമെന്റ് ജയിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. ബ്രോ, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിന് പരിഹാരമാണ് കണ്ടെത്തേണ്ടത്, അല്ലാതെ പ്രശ്നം കൂടുതൽ വഷളാക്കാനല്ല നോക്കേണ്ടത്. സോ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് ആദ്യം അപ്ലൈ ചെയ്യണം. പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ, വ്യക്തവും കൃത്യവുമായിട്ട് സംസാരിക്കുക അങ്ങോട്ടും. ലൈക്ക് ഈ പോർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് കുറച്ച് സംസാരിക്കുക, പിന്നെ കുറെ ദേഷ്യപ്പെടൽ, കമ്മ്യൂണിക്കേഷനെ എന്താ പറയാ നമ്മൾ ഓക്കെ ആവാതിരിക്കുക, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് അവിടെ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങുന്നത്. സോ നമ്മൾ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ വരുത്തുക. അതുപോലെ തന്നെ എന്താ പറയാ, ആർഗ്യുമെന്റ്സിൽ ജയിക്കാനല്ല നോക്കേണ്ടത്, ആ ആർഗ്യുമെന്റ്സ് സോർട്ട് ഔട്ട് ചെയ്തിട്ട് സോൾവ് ചെയ്യാനാണ് നോക്കേണ്ടത്. നമ്മുടെ പാർട്ട്ണറുടെ മുന്നിൽ പറഞ്ഞ് ജയിച്ചു കഴിഞ്ഞാല് എന്താ അതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ജയം എന്നത് പാർട്ട്നേഴ്സിന്റെ ഇടയിലുള്ള ഒരു മെയിൻ കാര്യമായിട്ട് പേഴ്സണലി എനിക്ക് തോന്നുന്നില്ല. ഒരു പ്രശ്നം, ഒരു ആർഗ്യുമെന്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ സോൾവ് ചെയ്യാം, സൊല്യൂഷൻസ്, അതാണ് മെയിൻ കാര്യം. ആ ഒരു കാര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും. കാരണം അപ്പൊ നിങ്ങൾക്ക് മൈൻഡിൽ വരും, ഇത് കൂടുതൽ ഞാൻ പറഞ്ഞ് വഷളാക്കല്ലേ വേണ്ടത്, എനിക്ക് ജയിക്കാനല്ലല്ലോ ഇപ്പോൾ ഇത്, നമുക്കിത് പറഞ്ഞ് സോൾവ് ചെയ്തിട്ട് മുന്നോട്ട് പോകുകയല്ലേ വേണ്ടത്. മനസ്സിലായില്ല? പ്രശ്നങ്ങൾ വരും, റിലേഷൻഷിപ്പാണ്, പലതരത്തിലുള്ള ചെറുതും വലുതുമായ ഒരുപാട് പ്രശ്നങ്ങൾ വരും, ഒക്കെ നോർമലാണ്. അല്ലാണ്ട് ഒരു പ്രശ്നം വരുമ്പോഴത്തേക്കും കംപ്ലീറ്റ് അടിച്ച് പിരിഞ്ഞു പോവുക, അല്ലെങ്കിൽ ഒറ്റ ടീയ അങ്ങനെയൊക്കെ പറഞ്ഞ് തട്ടിപ്പോ ഞാൻ പറഞ്ഞില്ലേ, മുറിച്ച് മാറ്റാനും അകന്നു പോകാനൊക്കെ ഇറ്റ്സ് വെരി ഈസി. പക്ഷെ പ്രോപ്പറായിട്ട് നല്ല ക്വാളിറ്റിയോട് കൂടി തമ്മിൽ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലൊക്കെ പോകാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ തിങ്. സോ അതിൽ ഫോക്കസ് ചെയ്യാം.
അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുന്ന സമയത്ത് ഒന്ന് എന്താ പറയാ, ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയ ലൈഫ് എക്സ്പെക്ടേഷൻ പരമാവധി കുറയ്ക്കുക. ഇത് കമ്പയർ ചെയ്യരുത്, അത്രേ ഉള്ളൂ. ഇപ്പൊ ലൈക്ക് അതിലുള്ള പല കാര്യങ്ങളും ഒക്കെ ഇപ്പൊ നിങ്ങൾക്ക് എന്താ പറയാ, അതിലോരോന്ന് കാണുമ്പോൾ അത് നേടണം, ഇത് വാങ്ങണം എന്ന് തോന്നലൊക്കെ ഓക്കെ. പക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ജീവിതവും സോഷ്യൽ മീഡിയയിലെ ജീവിതവും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ജീവിതം വളരെ മോശമാണ്, ഒന്നിനും കൊള്ളില്ല എന്നൊരു ഇതിലേക്ക് നിർത്തരുത്. അത് തമ്മിൽ കമ്പാരിസൺ ചെയ്യാൻ പാടില്ല. ഒന്നാമത്തത്, പാർട്ട്ണർക്ക് വാല്യൂ കൊടുക്കണം. ഓക്കെ, എന്തായാലും ലൈക്ക് അവര് നമ്മുടെ പാർട്ട്ണറാടാ, സോ ഒരിക്കലും അവരെ ഒഴിവാക്കാൻ പാടില്ല. നാലാമത്തത്, ഒരു ആർഗ്യുമെന്റിൽ ജയിക്കാനല്ല നോക്കേണ്ടത്, പരിഹരിക്കാനാണ് നോക്കേണ്ടത്. പ്രശ്നം വരുന്ന സമയത്ത് പരിഹാരങ്ങളാണ് നോക്കേണ്ടത്. ആൻഡ് ദ വെരി ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അപ്രിസിയേറ്റ് ചെയ്യണം. അതായത് നമ്മുടെ പാർട്ട്ണറുടെ ഭാഗത്ത് വരുന്ന എന്തെങ്കിലും ചെറിയ ചെറിയ നല്ല ക്വാളിറ്റി ലൈക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളോടോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന എന്തെങ്കിലും നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അടിപൊളിയായിട്ട് കാര്യം നമ്മൾ അവരെ അപ്രിഷിയേറ്റ് ചെയ്യണം. സി, അതുകൊണ്ട് ഒന്നും നഷ്ടപ്പെടാനല്ലുള്ളത്, പകരം ആ ഒരു റിലേഷൻഷിപ്പ് കൂടുതൽ സ്ട്രോങ് ആകും. എടാ, നമ്മളെ പാർട്ട്ണർ നമ്മളിൽ നിന്ന് അതൊക്കെ ചിലപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവും. അവരേറ്റവും കൂടുതൽ അത് ആഗ്രഹിക്കാൻ നമ്മളെ ഉണ്ടാവും. കാരണം നമ്മൾ പറഞ്ഞ് കേൾക്കുമ്പോഴേ അവർക്ക് ആ ഒരു ഫീൽ കിട്ടുള്ളൂ, ആ ഒരു ഇമോഷൻ ചിലപ്പോൾ കണക്ട് ആവുള്ളൂ. മറ്റുള്ളവർ പറയുമ്പോൾ അവർക്ക് സന്തോഷം ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ പറയുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് വേറെ തന്നെയാണ്. നമ്മുടെ പാർട്ട്ണറോട് നമ്മൾ പറയുമ്പോൾ ലൈക്ക് ദേ വിൽ ബി വെരി ഹാപ്പി. സോ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അപ്രീഷിയേറ്റ് ചെയ്യണം. അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കരുത്. നിങ്ങൾക്ക് ഒന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങൾക്ക് ഈ അപ്രീസിയേഷൻ കിട്ടുന്ന സമയത്ത് എത്രത്തോളം ആ ഒരു ഫീലിംഗ് വരും, അടിപൊളിയാവില്ലേ? അപ്പം ഈ ഒരു അപ്രീസിയേഷൻ നമ്മൾ ആർക്ക് കൊടുക്കണം? നമ്മുടെ പാർട്ട്ണർക്ക് കൊടുക്കണം. ഇത് നമ്മുടെ കാര്യമാണ്. നമ്മളെ എന്താ പറയുക, നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ ഒരു കാര്യമാണത്, നമ്മളെ പാർട്ട്ണറെ നമ്മൾ അപ്രീസിയേറ്റ് ചെയ്യാന്നുള്ളത്. സോ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ബ്രേക്കപ്സ് ഇന്ന് കൂടി വരികയാണ്. അതിനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ കാരണങ്ങളൊക്കെ ഉണ്ട്. ഇത് മാത്രമല്ല കേട്ടോ, ഇതിന്റെ അപ്പുറത്തോട്ട് ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മെയിൻ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. സോ ഇതെല്ലാം ഒന്ന് ശ്രദ്ധിക്കാം. നിങ്ങളിപ്പം നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു തരത്തിൽ എന്തെങ്കിലുമൊക്കെ സ്റ്റക്കായി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ സൊല്യൂഷൻസും ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഇതൊക്കെ എടാ, നമ്മുടെ റിലേഷൻഷിപ്പ് അടിപൊളിയായിട്ട് കൊണ്ടുപോകേണ്ടത് നമ്മളെ കാര്യമല്ലേ. അതിനുവേണ്ടി ബാക്കിയുള്ളവരെല്ലാവരും ചിലപ്പോൾ എഫേർട്ട് എടുക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. പക്ഷെ എങ്കിൽ പോലും എൻഡ് ഓഫ് ദി ഡേ അത് നമ്മുടേതാണ്. സോ നമ്മളാണ് ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത്. ആൻഡ് വൺ മോർ തിങ്, മുറിച്ച് മാറ്റിക്കളയാനും നഷ്ടപ്പെടുത്താനും ഇറ്റ്സ് വെരി ഈസി. പക്ഷെ ഒരു നല്ല ജീവിതം കൊണ്ടുപോകാനും അതുപോലെ തന്നെ ഒരു നല്ല ജീവിതം ജീവിക്കാനും ഈസിയാണ്. ബുദ്ധിമുട്ടാണെന്നല്ല, ഈസിയാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ മാത്രം പോലെ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കിയാൽ